ഒരു വാർത്തയിലേക്ക്. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ചു കൊലപ്പെടുത്തി. റാന്നി സ്വദേശി അമ്പാടി സുരേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് സംഭവം. ബീവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതികൾ കസ്റ്റഡിയിലാണ്. ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ, മദ്യപിച്ച നിലയിലായിരുന്നോ ഈ പ്രതികൾ? എന്താണ് സംഭവിച്ചത്? ഈ തർക്കത്തിനിടയായ സാഹചര്യം എന്താണ്? രഞ്ജിത്തെ, ഇന്നലെ രാത്രിയിലാണ് ഈ റാന്നി മക്കപ്പുഴയിൽ ബീവറേജിന് സമീപം കാറ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായത്. അതിന് മുന്നോടിയായി പിന്നീടാണ് ഈ കാർ ഇടിച്ച് ഈ അമ്പാടി മരണപ്പെടുന്നത്. ആദ്യം ഇത് ഒരു അപകട മരണമെന്നാണ് പോലീസും നാട്ടുകാരും കരുതിയിരുന്നത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവർ നേരത്തെ ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്പാടിയെ മനഃപൂർവ്വം കാർ ഇടിപ്പിച്ച് കൊല്ലതാണ് എന്നുള്ളതിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ അമ്പാടി റാന്നിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാർ ഇടിച്ചു അപകടം നടന്നുവെന്ന് മാത്രമാണ് മനസ്സിലായത്. പക്ഷെ പിന്നീടാണ് ഇവർ തമ്മിൽ ഈ 3 പേരും കാർ ഓടിച്ച് അരവിന്ദ് എന്ന് പറഞ്ഞ ആളാണ്. ഇവർ 3 പേരും തമ്മിൽ ഈ ബിവറേജിന് അവിടെ വെച്ച് ഈ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും അതിന്റെ വൈരാഗ്യമാണ് അമ്പാടിയെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കി ചില പ്രതികളിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഒരു അപകട മരണമെന്ന് കരുതിയിരുന്നത് കൊലപാതകമെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഒരു പ്രധാനമായ ഒരു കാരണം ഉള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തെങ്കിലും അമ്പാടിയും ഈ പ്രതികളും തമ്മിൽ എന്തെങ്കിലും നേരത്തിലുള്ള ആശയവിനിമയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? ഈ മക്കപ്പുഴയിൽ ഉണ്ടായ സംഭവത്തിന് മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള ഇവർ തമ്മിൽ വൈരാഗ്യമോ മറ്റു വാക്കേറ്റമോ നേരത്തെ ഉണ്ടായിരുന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. രഞ്ജിത്ത്, ഇതിപ്പോൾ ഈ പ്രതികൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? ഇത് കേവലം ഒരു തർക്കത്തിന്റെ പുറത്ത് ആക്സിഡന്റിലേ ഉണ്ടായ ഒരു സംഭവമാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? പൂർവ്വ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? അത്തരം വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ നേരത്തെയുള്ള പൂർവ്വ വൈരാഗ്യം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഞാൻ അതാണ് സൂചിച്ച് ഈ നിസ്സാരം ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം മാത്രമല്ല, ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ ഈ അപകടം മനഃപൂർവ്വം വാഹനം ഇടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ നിസ്സാര തർക്കത്തിന്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്താൻ അത്ര പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായി ചെയ്യാൻ കഴിയില്ലെന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതിന്റെ ഒരു വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റെന്തെങ്കിലുമാണോ അതിന് കാരണം എന്നുള്ള കാര്യം കൂടി പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രമോദ് നാരായണൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രമോദ് നാരായണൻ, സമീപകാലത്ത് നമ്മുടെ ഈ ബാറുകൾ കേന്ദ്രീകരിച്ച്, ബീവറേജസിന്റെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരം തർക്കങ്ങളും കൊലപാതകങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ? നമുക്ക് വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. റാന്നിയെ സംബന്ധിച്ച് റാന്നിയിൽ അത്തരം സംഭവങ്ങൾ ഇതുവരെ ഉള്ള ഒരു സ്ഥലമല്ല. വളരെ സമാധാനത്തോടെ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഗുണ്ടാ സംഘങ്ങളോ അത്തരത്തിലുള്ള കൂലിത്തല്ലുകാരോ ഒന്നും ഉള്ളൊരു സ്ഥലമല്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ പിന്നിൽ പെട്ടെന്നുണ്ടായ മദ്യപിച്ച് തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ ഒരു വൈകാരിക പ്രതികരണം എന്നതിനും അപ്പുറം പകയോടുകൂടി പ്ലാൻ ചെയ്തൊരു മർഡറാണോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി ഇടപെട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് വാഹനാപകടമാണെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ മർഡർ ആണെന്നുള്ളത് കൃത്യമായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികളെ സംബന്ധിച്ചും വാഹനത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായി പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിന്റെ പിന്നിൽ റാന്നിയിലെ ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഷോക്കാണ്. ഈ സംഭവത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘങ്ങളുടെ പകയുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ റാന്നിയെ സംബന്ധിച്ച് അത്തരം ഒരു മുന്നനുഭവങ്ങളുമില്ല, പോലീസ് റിപ്പോർട്ടില്ല. അപ്പോ എങ്കിലും എന്തെങ്കിലും അത്തരം സംഭവങ്ങളുണ്ടോ വളരെ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ അത്തരത്തിൽ തന്നെ പോലീസ് ആ ദിശയിൽ തന്നെ അന്വേഷണം കൊണ്ടുപോവുകയും ചെയ്യും. ശരി, പ്രമോദ് നാരായണൻ MLA ആണ് പ്രതികരിച്ചത്. അതാണ് ശശിനാരായണൻ അദ്ദേഹം പറയുന്നത്. ഇതിനു മുൻപ് റാന്നിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ പത്തനംതിട്ടയിൽ നമ്മൾ ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തെ, തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഇപ്പോൾ പല വാഹന അപകടങ്ങളിലും പിന്നീട് അത് കൊലപാതകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലുമൊക്കെ അത്തരത്തിൽ പിന്നീട് അന്വേഷണം നടത്തുമ്പോൾ അത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ മനഃപൂർവ്വം ഉള്ള വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയാണെന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ റാന്നിയിൽ വൈകിട്ട് നിന്ന ഈ അമ്പാടിയെ ഒരു വാഹനം ഇടിച്ചിട്ട് പോകുന്നു എന്ന സാധാരണ ഒരു അപകടം എന്ന നിലയ്ക്ക് മാത്രമാണ് ആദ്യം കണ്ടത്. പിന്നീടാണ് ഇതിന്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ പ്രതികളായ 3 പേരും തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കമുണ്ടാവുന്നു. അവിടെ നിന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ട്, പരസ്പരം കയ്യാങ്കളിയിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് ഈ അമ്പാടി വാഹനം ഇടിച്ച് മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തരം ഒരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. അതിന് പോലീസ് കൃത്യമായുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സാധാരണ ഒരു വാഹനാപകടമായി മാത്രം
തള്ളിക്കളയേണ്ട ഒരു കേസായി പോകുമായിരുന്നു. അത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് എത്തുകയും അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പേരാണുള്ളത്. അരവിന്ദ് എന്ന് പറയുന്ന ആളാണ്, ഈ വ്യക്തിയാണ് പ്രതിയാണ്. ഈ കാർ ഓടിച്ച് മനഃപൂർവ്വം കൊണ്ട് ഇടിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഒരു ആസൂത്രിതമായി മുൻകൂട്ടി നേരത്തെ ഇതിന് മുമ്പുണ്ടായ ഒരു അപകടമെന്ന് നമുക്ക് കൊലപാതകം ആസൂത്രണം ചെയ്ത് വന്നതാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വാക്കുതർക്കത്തിന്റെ പേരിൽ മാത്രം ഒരാളെ ഇത്തരത്തിൽ അപ്പോൾ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇനി മറ്റെന്തെങ്കിലും വിഷയം ഇതിലുണ്ടോ എന്നുള്ളത് പോലീസാണ് ഇതിന്റെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടത്. പോലീസ് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജിത്തെ, അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും റാന്നി സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ആദ്യം വാഹനാപകടമാണ് എന്ന് കരുതിയിരുന്നു, പക്ഷേ പിന്നീട് കൂടുതൽ അന്വേഷണത്തിൽ കൊലപാതകത്തിലേക്ക് മാറുകയായിരുന്നു.